ഹലോ ഗൈസ്, ഇന്ന് നമ്മളെ വീടിൻ്റെ അടുത്തൊരു വീട്ടിൽ കൂടുതലുണ്ടായിരുന്നേ. അപ്പോൾ വീട്ടിൽ കൂടുതൽ ക്ഷണം എന്ന് പറഞ്ഞാൽ അധികം ആൾക്കാർക്കൊന്നുമില്ല. വീടിന് ചുറ്റുവട്ടത്തുള്ള കുറച്ച് ആൾക്കാരും പിന്നെ കുടുംബക്കാരുമായിട്ട് കുറച്ചാൾ മാത്രമേ വീട്ടിൽ കൂടുതലിൻ്റെ അടുത്ത് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാനവിടെ എത്തുമ്പോഴേക്ക് ഗണപതി ഹോമെല്ലാം കഴിഞ്ഞിന്. ഞാനവിടെ എത്തുമ്പോഴേക്കല്ല, ഗണപതി ഹോമെല്ലാം പൊലച്ചക്ക് നടന്ന സംഭവമാണ് കേട്ടോ. അപ്പം പണ്ടത്തെ പോലെയല്ല, എല്ലാം ചടപടയെന്നാണ്. അപ്പോൾ ഗണപതി പ്രസാദം ഉണ്ടായിരുന്നു. അപ്പോൾ രമേശ് ചേട്ടൻ്റെ അടുത്ത് കുറച്ച് പ്രസാദം മേടിച്ചിട്ടുണ്ടേ. അപ്പോൾ ഇതാ തൊട്ടിപ്പുറം നമ്മളെ സരീശാന്ന് കേട്ടോ പ്രസാദം കഴിക്കുന്നത്. അപ്പോഴേക്ക് വീട്ടുകാരെല്ലാം വന്നിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം വീട്ടുകാരായിട്ടില്ല. അപ്പോൾ ഇതാ പ്രസാദം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് ഇതിനകത്തുള്ള തേങ്ങ കടിച്ച് തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ്. പുറത്ത് നല്ല മഴയുണ്ട്. അന്നേരത്താണ് നമ്മളെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടുള്ള നമ്മളെ വേലായുധാട്ടിൻ്റെ വരവ്. അപ്പോൾ വേലായുധാട്ടിനെ ഇതാ സ്വീകരിച്ച് ആനയിച്ച് ഇരുത്തുന്നുണ്ട്. പിന്നെ നമ്മളെ ഹരിശ്രീ ബസിന്റെ മുതലാളിയായിട്ടുള്ള അനീഷാട്ടനും ഭാര്യ സബീന ടീച്ചറും വന്നതിനും കേട്ടോ. അതിനുശേഷം എന്നെ ഒരു ടാസ്ക് ഏൽപ്പിച്ചിരുന്നു കേട്ടോ. ടാസ്ക് ഒന്നല്ല, ഇതന്നെ നമ്മൾ മേശക്കിരിക്കലെന്നാണ് പറയുക. അപ്പോൾ കേഷ്യർ സ്ഥാനം എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഭംഗിയായി നിർവഹിക്കാൻ പോവുകയാണ്. അപ്പോൾ ചില സ്ഥലങ്ങളിൽ ഇതൊരു ബോക്സ് വെക്കുക ചെയ്യുക, ഒരു കവറിലാക്കിയിട്ട്, പിന്നെ ആളെ ആവശ്യമൊന്നുമില്ല, ഒരു കവറിലാക്കിയിട്ട് നമ്മൾ ആ ബോക്സിൽ ഇടുക ചെയ്യുക. അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് പൈസയൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല കേട്ടോ. സ്കാനറും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ പൈസ ഇല്ലെങ്കിലും സ്കാൻ ചെയ്താൽ പൈസ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ പണ്ടെല്ലാം പൈസ ഇല്ലെങ്കിൽ വേറെ ആൾ കടം മേടിക്കണം, അങ്ങനത്തെ പരിപാടിയൊന്നും ഇപ്പോൾ ഇല്ല. അങ്ങനെ ചില സ്ഥലങ്ങളിൽ ഈ പൈസ മേടിക്കില്ല കേട്ടോ. വീട്ടിൽ കൂടുതലും പൈസ മേടിക്കില്ല, പ്രസൻറ്റേഷൻ മാത്രമേ മേടിക്കൂ. അപ്പോൾ ഒരു വീട്ടിൽ കൂടുതലായിക്കോട്ടെ കല്യാണം ആയിക്കോട്ടെ, പൈസ കൊടുക്കുന്നതാണ് കൂടുതൽ ഉചിതം എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. കാരണം മറ്റൊന്നല്ല, നമ്മളിപ്പോൾ ഒരു പ്രസൻറ്റേഷൻ കൊടുക്കാൻ പോകുമ്പോൾ, അതായത് നമ്മളിപ്പോൾ ഒരു സാധനം കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ സാധനം തന്നെ ഒരുപാട് ആൾക്കാർ കൊടുക്കും. അപ്പോൾ വീട്ടിൽ ആ സാധനത്തിന് ഒരുപാട് എണ്ണം ഉണ്ടാവും. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ് വീട്ടുകാർക്ക്. അപ്പോൾ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെട്ട സാധനം അവർക്ക് മാർക്കറ്റിൽ പോയി മേടിക്കാം, അല്ലെങ്കിൽ എന്താ വേണ്ടതെന്ന് വെച്ചാൽ അവർക്ക് പോയി മേടിക്കാം. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ നാട്ടിലും ഇങ്ങനെയൊക്കെയാണോ? അപ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എൻ്റെ കൂടെയുള്ളത് ആദ്യ കൃഷ്ണയാണ് കേട്ടോ, അസിസ്റ്റൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.